നമുക്കറിയാം ഏറ്റവും സങ്കടകരമായ കാര്യമാണ് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ്റെ മരണം. ഇന്നത് സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയുകയാണ്. ക്യാമ്പസിലെ ക്രൂരമായ റാഗിങ്ങിന് വിധേയനായിട്ടാണ് അദ്ദേഹം ഈ സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്തത്. സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതാണ്. സമൂഹ മനസാക്ഷി ഏറ്റവും ഞെട്ടിച്ച വാർത്തയായിരുന്നു അത്. സിദ്ധാർത്ഥൻ മരിച്ച് 1 കൊല്ലം പിന്നിടുമ്പോഴും നീതി അകലെയെന്നാണ് അമ്മ ഷീബയും അതുപോലെ അച്ഛൻ ജയപ്രകാശും പറയുന്നത്. ഏറ്റവും അവരെ സങ്കടപ്പെടുന്ന കാര്യം, ഈ റാഗ് ചെയ്തവരെക്കാളും നെറികേട് കാണിച്ച ആളുകളുണ്ട്. ഇവരെ ന്യായീകരിക്കാനും ഇവരെ സംരക്ഷിക്കാനും നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. എന്തെങ്കിലും വൃത്തികേടുകൾ ആരെങ്കിലും ചെയ്തു കൂട്ടുമ്പോൾ, എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവം കാണിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ നേതാക്കന്മാർ ഇറങ്ങിയാൽ ഈ നേതാക്കന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വീഴും. അതുപോലെ അമ്മമാരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും എന്നിവർ ആലോചിക്കുന്നില്ല. ഇപ്പോഴും അത് തുടരുകയാണ്. പാർട്ടി വളർത്തുകയും അണികളെ വളർത്തുകയും ചെയ്യുന്നതാണ് തങ്ങളുടെ പരമമായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ഈ നേതാക്കന്മാർ ഇത്തരം നെറിയേടികൾക്ക് ചൂട്ടുപിടിക്കുന്നു, കുട ചൂടുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഫെബ്രുവരി 18 ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ച് സിദ്ധാർത്ഥന്റെ മരണവാർത്ത എത്തുന്നത്. തൂങ്ങിമരണമെന്ന് വിധിയെഴുതിയ കേസ് പിന്നെ വഴിമാറിയത് റാഗിംഗ് ഭീകരതയിലേക്കാണ്. കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിനിപ്പുറം 1 വർഷം കഴിയുമ്പോഴും നീതിക്കായുള്ള നിയമ പോരാട്ടത്തിലാണ് കുടുംബം. ഒരു വർഷം എങ്ങനെയോ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് രാത്രിയാവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞ് പോയത് കൊണ്ടാണ്, അവിടെ പോയത് കൊണ്ടാണ് അവിടെ ഉള്ള കുറേ ക്രിമിനൽസിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയത്. എത്രയോ പേര് രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലേ അതിനകത്ത്. ഇപ്പോൾ ജൂനിയേഴ്സായിട്ട് വന്ന കുട്ടികൾ ഇവരുടെയൊക്കെ കയ്യിൽ ചെന്ന് പെടേണ്ടവരാ. ഒരു കുട്ടിയുടെ ജീവൻ അതിനുവേണ്ടി കളയേണ്ടി വന്നിരുന്നു. അല്ലെങ്കിൽ ഒരു കുടുംബം അവരുടെ പ്രതീക്ഷ സ്വപ്നം എല്ലാം നഷ്ടമായപ്പോൾ കുറേ കുട്ടികൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങളവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഉണ്ടായിരിക്കും. പ്രതികൾക്ക് പല കോണുകളിൽ നിന്നും സഹായം ലഭിക്കുന്നുവെന്നാണ് പിതാവ് ജയപ്രകാശിന്റെ പരാതി. നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും സിദ്ധാർത്ഥന്റെ പിതാവ്. നമുക്ക് അവൻ്റെ ഒരു സാധനം കാണുമ്പോഴും വീട്ടിനകത്തുള്ള ഒരു എന്തെങ്കിലും പരമാവധി അവൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഡെയിലി കാണാതിരിക്കാൻ വേണ്ടി. ശരിക്കും ആ ഫോട്ടോ മാത്രം ഞാൻ അത് കണ്ടു കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. അത് ചിലർക്ക് ചിലപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഞാനും മാക്സിമം ശ്രമിക്കുകയെന്ന് പറഞ്ഞാൽ ഡെയിലി അത് കാണരുത്. കാരണം അത്രയ്ക്ക് ഫീലിങ്ങാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കഴിയും തോറും എൻ്റെ മനസ്സിൽ ആ വാശി കയറി വരുന്നത്. ഇത് ചെയ്തവന്മാരെ ഒരു കാരണവശാലും വിടില്ല. പ്രതികളായ 17 പേരെ പരീക്ഷ എഴുതാൻ അനുവദിച്ച സിംഗിൾ ബെഞ്ച് വിധി ഈയടുത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. മരണത്തിൽ CBI അന്വേഷണവും പുരോഗമിക്കുകയാണ്. റാഗിംഗ് എന്ന് പറയുന്നത് കോളേജിൽ എന്തിനാണ്? ജൂനിയേഴ്സ് വരുമ്പോൾ അവർക്കൊരു കുട്ടികളുമായിട്ടൊന്ന് ഇടപഴകാനും, അല്ലെങ്കിൽ അവരുടെ ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന കുട്ടികൾക്കുള്ള അവർക്കൊരു ആത്മധൈര്യം കൊടുക്കുക. ഇതിപ്പോൾ ശരിക്കും ക്രൂരതയല്ലേ ഇതൊക്കെ. ഇത് റാഗിങ് എന്ന് വെച്ചാൽ ഇതൊക്കെ ക്രിമിനൽസാണ്. നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ വീഡിയോ കോട്ടയത്തെ, അതൊക്കെ കാണാൻ പോലും എനിക്കൊക്കെ അത് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിലും എത്രയോ മടങ്ങായിരുന്നു എൻ്റെ കുഞ്ഞനുഭവം.
ഇനിയൊരു സിദ്ധാർത്ഥൻ ഉണ്ടാകാതിരിക്കാനാണ് തങ്ങളുടെ നിയമപോരാട്ടമെന്നായിരുന്നു അമ്മ ഷീബയുടെ പ്രതികരണം. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് ഭീകരത തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഒരു മാറ്റവുമില്ലാതെ. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24.